നമ്മുടെ വാർത്തകളിലും അതുപോലെ തന്നെ സാമൂഹിക ചർച്ചകളിലുമെല്ലാം ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ബോർഡ്, വഖഫ് പ്രോപ്പർട്ടി, വഖഫ് നിയമ ഭേദഗതി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി എന്താണ്? സോ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായിട്ടും 4 ഡോക്യുമെൻറ്റുകളാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തേത് നിലവിൽ ഇന്ത്യയിലെ വഖഫ് സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന 1995 ദ വഖഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള നിയമം. അതുപോലെ തന്നെ ഈ വഖഫ് ആക്ടിന് 2013 കേന്ദ്ര സർക്കാർ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അമെൻമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് നിലവിലുള്ള വഖഫ് നിയമങ്ങളെ അമെൻഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയ അമെൻമെൻറ്റ് ബില്ല്, വഖഫ് അമെൻമെൻറ്റ് ബിൽ 2024 എന്നൊരു ബില്ല് കേന്ദ്ര സർക്കാർ 1-2 മാസങ്ങൾക്ക് മുന്നേ പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് നിലവിൽ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പഠനത്തിന് കീഴിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ബില്ലിൻ്റെ ഡോക്യുമെൻറ്റ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പുതിയ അമെൻമെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സും കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ 4 ഡോക്യുമെൻറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമായിട്ടുള്ള വഖഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏതൊരു വ്യക്തിക്കും അയാളുടെ പ്രോപ്പർട്ടി, അത് മൂവബിൾ പ്രോപ്പർട്ടി ആവാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവാം, അത് ദൈവത്തിന് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറ്റും. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. റിലീജിയസ്, പയസ്, അതുപോലെ തന്നെ ചാരിറ്റബിൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപൂർണമായി സമർപ്പിക്കാൻ സാധിക്കും. ഈ ഒരു സമർപ്പണത്തെയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം വഖഫ് എന്ന് വിളിക്കുന്നത്. ഈ വഖഫ് എന്ന രീതിയിൽ ഒരു പ്രോപ്പർട്ടി ദാനം ചെയ്യുമ്പോൾ അവിടെ മറ്റ് ചില കണ്ടീഷൻസും കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യത്തേതാണ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി ഇതുപോലെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. ഒരിക്കലും ഒരു പ്രോപ്പർട്ടി വഖഫായി കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും വഖഫായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, റിലീജിയസ്, പയസ്, ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ വഖഫ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു മുത്തവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇത് നിയന്ത്രിക്കുമ്പോൾ അയാൾക്കിത് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽക്കാനോ ഇതിൻ്റെ പേരിൽ ലോൺ എടുക്കാനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാഭം ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ലാഭവും നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഏറെക്കുറെ ഈ വഖഫ് എന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഈ വഖഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആചാരം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോർമലായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് കാണാം. 1913 അവർ ചില റെഗുലേഷൻസ് മുന്നോട്ട് വെക്കുന്നു. 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം തന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് കാണാം. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വരുന്നത് 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം നിലവിൽ വരികയാണ്. അപ്പോൾ ഈ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഡോക്യുമെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള വഖഫ് പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും ചില സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ നിയമിക്കുന്നത് കാണാം. അപ്പോൾ സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ സംസ്ഥാന വഖഫ് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വഖഫ് ബോർഡുകൾ നിയമിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള പല വഖഫ് ബോർഡുകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് നടക്കുന്നത് 1995 എന്ന് കാണാം. 54 നിയമത്തെ എടുത്തു മാറ്റിയിട്ട് ഒരു പുതിയ നിയമം അന്നത്തെ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനെയാണ് ദ വഖഫ് ആക്ട് ഓഫ് 1995 എന്ന് പറയുന്നത്. ഈ വഖഫ് ആക്ട് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുകയാണ്. 2013 ഇതിനകത്ത് ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ 1995 നിയമവും അതിനകത്ത് 2013 വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റും പ്രകാരമാണ് ഇന്ത്യയിൽ ഇന്ന് വഖഫിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകളുണ്ട്. അതുപോലെ തന്നെ സുന്നി വിഭാഗങ്ങൾക്കും ഷിയ വിഭാഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള വഖഫ് ബോർഡുകൾ പല സംസ്ഥാനത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാം കീഴിലായിട്ട് ഏകദേശം 8.7
ലക്ഷം പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഭൂമി തന്നെ നോക്കുകയാണെങ്കിൽ 9.4 ലക്ഷം ഏക്കറിൻ്റെ ഭൂമി ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു വിലയായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഏകദേശം 1.2 ലക്ഷം കോടി രൂപയുടെ പ്രോപ്പർട്ടീസ് ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കണക്കും നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഭൂ ഉടമകളാണ് ഈ വഖഫ് ബോർഡ് എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ചില വാദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നത് ഇതിനെ ഭൂ ഉടമകൾ, ലാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഈ പ്രോപ്പർട്ടിയെ ഇവർ മാനേജ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്ന ആളുകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലവിലത്തെ വഖഫ് നിയമവും അതുപോലെ തന്നെ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും വഖഫ് ബോർഡിൻ്റെയും വഖഫ് പ്രോപ്പർട്ടിയുടെയൊക്കെ മാനേജ്മെൻറ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് 2024 അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പുതിയ ഈ അമെൻമെൻറ്റ് ബില്ലിലൂടെ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത് നിലവിലത്തെ വഖഫ് നിയമത്തിൻ്റെ സെക്ഷൻ 3I ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റുന്നതിന് വേണമെങ്കിൽ വെർബൽ എഗ്രിമെൻറ്റിലൂടെയും സാധിക്കുമെന്നാണ്. അതായത് വാക്കാലുള്ള ഉടമ്പടിയിലൂടെ ഒരു പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാൻ സാധിക്കും. പക്ഷേ അതിന് പല പ്രശ്നങ്ങളുണ്ട്. ഭാവിയിൽ ഈ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൃത്യമായ രേഖകളോ തെളിവുകളോ ഒന്നും ഹാജരാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ അമെൻമെൻറ്റിൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെർബൽ എന്നുള്ളത്, അതായത് വാക്കാലുള്ള ഉടമ്പടി എന്നുള്ളത് എടുത്തു കളയുകയും കൃത്യമായിട്ടുള്ള ഡീഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ഡോക്യുമെൻറ്റുകളോടുകൂടി മാത്രമേ ഒരു പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള നിയമത്തിൻ്റെ സെക്ഷൻ 3R ആണെന്ന് കാണാം. അവിടെ പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രോപ്പർട്ടിയെയും വഖഫാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ സെക്ഷൻ 3R ചില ചേഞ്ചുകൾ ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവരുന്നത് കാണാം. അവിടെ പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഇനി മുതൽ ഒരു പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയില്ല. മിനിമം 5 വർഷമായിട്ടെങ്കിലും ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇവിടെ ഒരു പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് പ്രോപ്പർട്ടി, എനി പ്രോപ്പർട്ടി എന്നുള്ളിടത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. കൃത്യമായി ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിന് കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയെ മാത്രമേ ഇനി മുതൽ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ അമെൻമെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നു. ഇനി നിലവിലെ നിയമത്തിൻ്റെ സെക്ഷൻ 3R തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, നേരത്തെ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള, പയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊലോങ്ഡ് യൂസ് നടത്തുന്നുണ്ടെങ്കിൽ, കാലാകാലങ്ങളായിട്ട് ഒരു പ്രോപ്പർട്ടി ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ വഖഫാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇതിനെയാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാലാകാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സെക്ഷൻ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ വഖഫ് പ്രോപ്പർട്ടി ആക്കി ഒരു പ്രോപ്പർട്ടിയെ മാറ്റുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാണിക്കുന്നത് ഇതേ സെക്ഷൻ 3R തന്നെ കാണാം. ഇതിനെയാണ് വഖഫ് അലാൽ ഓലാദ് എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ദാനം ചെയ്യുമ്പോൾ അതിനെ പ്രൈവറ്റ് വഖഫായിട്ട് മാറ്റാം. പ്രൈവറ്റ് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വഖഫിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും മറ്റൊരു ഭാഗം നേരത്തെ പറഞ്ഞ റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് വഖഫിൻ്റെ സക്സഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്, അതും അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പിന്തുടർച്ചാവകാശികൾ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രോപ്പർട്ടി പൂർണ്ണമായും വഖഫായി മാറും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഈ അമെൻമെൻറ്റിലൂടെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പിന്തുടർച്ചാവകാശം ഇല്ലാതായി മാറും എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിലെ വിധവകളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹമോചനം നേടിയിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ പെൺമക്കൾക്കും കൂടി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ വഖഫ് നിയമത്തിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് ഗവൺമെൻറ് പറയുന്നത് ഇതിൻ്റെ നിലവിലുള്ള സർവേ രീതികളാണ്. നിലവിലത്തെ നിയമപ്രകാരം വഖഫ് പ്രോപ്പർട്ടികളുടെ സർവേ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു സർവേ കമ്മീഷണറെയും അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് സർവേ കമ്മീഷണർമാരെയും നിയോഗിക്കാൻ സാധിക്കും. അവരാണ് ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ കൃത്യമായിട്ടുള്ള സർവേ ഒക്കെ നടത്തുന്നത്. പക്ഷേ ഈ അമെൻമെൻറ്റിൽ ആ ഒരു സമ്പ്രദായത്തിന് ഗവൺമെൻറ് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി മുതൽ സർവേ കമ്മീഷണർമാരായിരിക്കുകയില്ല വഖഫ് പ്രോപ്പർട്ടികളുടെ സർവേ നടത്തുന്നത്. ഏത് ജില്ലയിലാണോ ഒരു വഖഫ് പ്രോപ്പർട്ടി ഉള്ളത് ആ ജില്ലയുടെ കളക്ടറായിരിക്കും ഇനി മുതൽ വഖഫ് പ്രോപ്പർട്ടികളുടെ സർവേ നടത്തുന്നത്. അല്ലെങ്കിൽ ആ ഒരു അധികാരം ഡിസ്ട്രിക്ട് കളക്ടർമാരിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യം ഈ ഒരു അമെൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി സർവേയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കൂടെ ജില്ലാ കളക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് ഈ പുതിയ അമെൻമെൻറ്റ് ബില്ലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമാണ് വഖഫ് ഭൂമിയും അതുപോലെ തന്നെ സർക്കാർ ഭൂമിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഭേദഗതി ബില്ലിൽ ഗവൺമെൻറ് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെയുള്ള വഖഫ് പ്രോപ്പർട്ടി ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടികളെ വഖഫ് പ്രോപ്പർട്ടികളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടികളൊന്നും ഇനി മുതൽ വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കുകയില്ല, അതെല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം. ഇനി എവിടെയെങ്കിലും സർക്കാർ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരിടത്തൊരു വഖഫ് പ്രോപ്പർട്ടി നിലനിൽക്കുകയാണ്, അത് സർക്കാർ പ്രോപ്പർട്ടി ആണോ എന്നുള്ളൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അവിടെ അന്വേഷണം നടത്തുകയും അവിടെ ഫൈനൽ ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നതിനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുത്തിരിക്കുകയാണ്. കളക്ടർ അവിടെ അന്വേഷണം നടത്തിയിട്ട് ഫൈനൽ ഡിസിഷൻ ഇത് സർക്കാർ പ്രോപ്പർട്ടി ആണോ വഖഫ് പ്രോപ്പർട്ടി ആണോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, കളക്ടറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്ന കാലയളവിൽ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല എന്നും ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കളക്ടർക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, സർക്കാർ പ്രോപ്പർട്ടി ഒരിക്കലും വഖഫ് പ്രോപ്പർട്ടി ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ ഈ ഒരു അമെൻമെൻറ്റിലൂടെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റിനെ എതിർക്കുന്ന ആളുകൾ ഈ ഒരു ക്ലോസിനെയും വ്യക്തമായിട്ട് എതിർക്കുന്നത് കാണാം. കാരണം ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സർക്കാരും വഖഫ് ബോർഡും തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആൾ തന്നെ ഈ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഇത് വൺ സൈഡഡ് ആയി പോകും എന്നുള്ളൊരു ആരോപണമാണ് ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനിയാണ് ഈ അമെൻമെൻറ്റിലൂടെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് 1995 വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പഴി കേട്ടതും ഈ ഒരു സെക്ഷനാണെന്ന് കാണാം. അതാണ് ആ നിയമത്തിലെ സെക്ഷൻ 40 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 40 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് വഖഫ് ബോർഡിന് വിശ്വസിക്കാനുള്ള കാരണങ്ങളുണ്ടെങ്കിൽ, റീസൺ ടു ബിലീവ് എന്നാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനും അവിടെ കൃത്യമായ അന്വേഷണം നടത്തുന്നതിനും ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനും വഖഫ് ബോർഡുകൾക്ക് അധികാരം കൊടുക്കുകയാണ് ഈ സെക്ഷൻ 40 ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് വഖഫ് ബോർഡിന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ, അവർക്ക് വിശ്വസിക്കാനുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി വേണമെങ്കിൽ ആ പ്രോപ്പർട്ടിയെ അവർക്ക് വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റാനും സാധിക്കും. പക്ഷേ വഖഫ് ബോർഡിൻ്റെ ഈ ഒരു തീരുമാനം അന്തിമമായിരിക്കുകയില്ല, ഇതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനെ ചലഞ്ച് ചെയ്യുന്നത് സാധാരണ കോടതികളിലല്ല, വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞുള്ളൊരു ട്രൈബ്യൂണലിലാണ്. അതെന്താണെന്ന് ഞാൻ അടുത്ത പോയിന്റിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം വഖഫ് ബോർഡിൻ്റെ ഡിസിഷന് വിരുദ്ധമാകാത്ത ഒരു സാഹചര്യത്തിൽ വഖഫ് ബോർഡിൻ്റെ ഡിസിഷൻ ഫൈനലായിരിക്കും, അവർക്കതുമായി മുന്നോട്ട് പോകാമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ വഖഫ് ബോർഡിന് ഏതൊരു ഭൂമിയെയും വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റുന്നതിനുള്ള അനിയന്ത്രിതമായ അധികാരങ്ങൾ ഈ സെക്ഷൻ 40 നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പുതിയ അമെൻമെൻറ്റിലൂടെ ഈ സെക്ഷൻ 40 പൂർണ്ണമായും എടുത്തു കളയുകയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ വഖഫ് ട്രൈബ്യൂണലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ ഡിസ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കോടതികളിലല്ല വഖഫ് ട്രൈബ്യൂണലിലാണ് ചെല്ലാൻ സാധിക്കുക. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം അന്തിമമായിരിക്കും. വഖഫ് ട്രൈബ്യൂണൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ ഈ ഡിസ്പ്യൂട്ടിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികൾക്കോ അല്ലെങ്കിൽ വഖഫ് ബോർഡിന് തന്നെയോ ഹൈക്കോടതിക്ക് മുന്നിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കും. പക്ഷേ ആ ആപ്ലിക്കേഷൻ കേൾക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കോടതിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ അമെൻമെൻറ്റിലൂടെ ഈ ഒരു കാര്യം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഡിസിഷൻ ഫൈനലായിരിക്കും എന്നുള്ള ഒരു പോർഷൻ എടുത്തു കളഞ്ഞിട്ട് വഖഫ് ട്രൈബ്യൂണൽ ഒരു പ്രശ്നത്തിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ എടുത്ത് 90 ദിവസങ്ങൾക്കുള്ളിൽ അതിനെതിരെ കോടതികളിൽ അപ്പീൽ ചെയ്യുന്നതിനുള്ള ഒരു അവകാശം ഇവിടെ ഗവൺമെൻറ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഓർഗനൈസേഷനിലും ഈ ബില്ലിലൂടെ ഗവൺമെൻറ് ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. 95 നിയമപ്രകാരം അല്ലെങ്കിൽ നിലവിൽ വഖഫ് ട്രൈബ്യൂണൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3 അംഗങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു ജഡ്ജായിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് അടുത്ത അംഗം എന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെയെങ്കിലും റാങ്കിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസർ ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ 3ാമത്തെ അംഗം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. ഇങ്ങനെ 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു വഖഫ് ട്രൈബ്യൂണൽ രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനകത്തൊരു ചേഞ്ച് കൊണ്ടുവരുന്നു. 1ാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് കറണ്ടോ ഫോർമലോ ആയിട്ടുള്ള നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജായിരിക്കും ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറണ്ടോ ഫോർമലോ ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും 2ാമത്തെ മെമ്പർ എന്ന് പറയുന്നത്. 3ാമത്തെ മെമ്പറെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിക് ലോസിലെ എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3ാമത്തെ മെമ്പർ ഇനി മുതൽ ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാണ് വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ട് ഈ അമെൻമെൻറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിലത്തെ വഖഫ് നിയമത്തിലെ 2 പ്രധാനപ്പെട്ട ബോഡികളാണ് സെൻട്രൽ വഖഫ് കൗൺസിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളും. ഈ 2 ബോഡികളുടെയും ഓർഗനൈസേഷൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഈ പുതിയ അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്.
ഇതിനകത്ത് ആദ്യം നമുക്ക് സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ കാര്യം തന്നെ എടുക്കാം. അതിൻ്റെ നിലവിലത്തെ ഓർഗനൈസേഷൻ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 95 നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കൗൺസിലിലെ എല്ലാ മെമ്പർമാരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് മാത്രമല്ല ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിലിലെ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും നോൺ മുസ്ലിംസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ MP-മാർ, ഫോർമർ ജഡ്ജിമാർ, എമിനന്റ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിഭാഗത്തിലെ ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിനിമം 2 പേരെങ്കിലും നോൺ മുസ്ലിംസ് ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്നുള്ളത് ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. ഈ 2 സ്ത്രീകളും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതേപോലെ തന്നെയുള്ള ഒരു ചേഞ്ച് നമുക്ക് സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും കാര്യത്തിൽ കാണാം. നിലവിലത്തെ അവസ്ഥയിൽ എല്ലാ മെമ്പർമാരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരിക്കണം, 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. മിനിമം 2 പേരെങ്കിലും നോൺ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം. ആ സംസ്ഥാനത്ത് നിന്നുള്ള MP-മാർ, MLA-മാർ, ബാർ കൗൺസിൽ മെമ്പേഴ്സ് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നാവണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണം. ഈ സ്ത്രീകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളായിരിക്കണമെന്നും ഈ ഒരു അമെൻമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ അമെൻമെൻറ്റിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നവർ പ്രധാനമായിട്ടും എതിർക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ചാണ്. അപ്പോൾ അവർ പറയുന്നത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് മസ്റ്റായിട്ടും അംഗത്വം കൊടുക്കണമെന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ അമെൻമെൻറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന ചേഞ്ചുകൾ. ഏകദേശം 40ഓളം ചേഞ്ചുകൾ ഈ അമെൻമെൻറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു പോകാൻ സമയമില്ല. പ്രധാനപ്പെട്ട ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിട്ടുള്ള മുനമ്പം വിഷയത്തെക്കുറിച്ച് കൂടി സംസാരിക്കാം. പക്ഷേ മുനമ്പം വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ആധികാരികമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം പല കാര്യങ്ങളെക്കുറിച്ചും പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 1902 കാലഘട്ടത്തിലൊക്കെ ഗുജറാത്തിൽ നിന്നും കൊച്ചിയിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇവിടെ താമസമാക്കിയ അബ്ദുൾ സത്താർ സേട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഈ പ്രദേശത്തെ കുറച്ചധികം സ്ഥലം പാട്ടമായിട്ട് നൽകുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്തിൻ്റെ അവകാശം അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായിട്ടുള്ള സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് സേട്ടു ഈ സ്ഥലം തൻ്റെ പേരിൽ ആധാരം ചെയ്തു എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല എന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. എങ്ങനെയായാലും 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു ഈ സ്ഥലത്തിൽ നിന്ന് 404 ഏക്കർ സ്ഥലം കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിൻ്റെ പേരിൽ ആധാരം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് ആ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളൂ. സാമ്പത്തികമായി അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ആവശ്യത്തിനും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് ഈ സ്ഥലം ആധാരം ചെയ്ത് നൽകുന്നത് എന്ന് കാണാം. അപ്പോൾ ഇടപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ആധാരത്തെ ചൊല്ലിയും 2 അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നത് കാണാം. ചില ആളുകൾ പറയുന്നത് ഇതൊരു വഖഫായിട്ടാണ് ഫറൂഖ് കോളേജിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇത് വെറും ഒരു ഇഷ്ടദാനം മാത്രമായിട്ടാണ് ചെയ്തത്, ഇതൊരു വഖഫായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മുനമ്പം പ്രദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് നമുക്ക് കാണാം. 1950 ഒരുപാട് കാലങ്ങൾക്ക് മുന്നേയും അതിനുശേഷമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവിടെ താമസിച്ചിരുന്ന ആളുകളും അതുപോലെ തന്നെ ഫറൂഖ് കോളേജും തമ്മിൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ പറവൂർ സബ് കോടതിയിൽ 1962 ഒരു കേസ് വരികയാണ്. 1975 ഈ കേസ് കേരള ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും ഹൈക്കോടതി ഇവിടെ ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അതായത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ഫറൂഖ് കോളേജിനാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഫറൂഖ് കോളേജിൻ്റെ അധികാരികളും ഇവിടെ താമസിച്ചിരുന്ന ആളുകളും തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തുകയും അങ്ങനെ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഫറൂഖ് കോളേജ് അധികാരികൾക്ക് പണം കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ലീഗലായിട്ട് ഈ സ്ഥലം വാങ്ങി ഇവിടെ താമസിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ആളുകൾ സ്ഥലവും വീടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ കുറേ കാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും 2008 വഖഫ് സംരക്ഷണ വേദി എന്ന പേരിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ, അവർക്ക് വഖഫ് ബോർഡുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, ഇങ്ങനൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് വരികയും ഈ സ്ഥലം വഖഫാണ് അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇല്ലീഗലായിട്ടാണ് താമസിക്കുന്നത് എന്നും ഇല്ലീഗലായിട്ടാണ് ഫറൂഖ് കോളേജിൻ്റെ അധികാരികൾ ഈ സ്ഥലത്തിൻ്റെ വിൽപ്പന നടത്തിയതെന്നുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ്. ജസ്റ്റിസ് MA നിസാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ കമ്മീഷൻ അവരുടെ പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് എന്ന് കാണാം. ഇതിനുശേഷം 2010 അവരുടെ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് 1950 ഫറൂഖ് കോളേജിന് ഈ ഭൂമി വഖഫായിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജ് ഈ ഭൂമിയിൽ ക്രയവിക്രയം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലായിട്ടാണ് എന്നും ഈ ഭൂമി ഒരു വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കേരള വഖഫ് ബോർഡിന് സാധിക്കുമെന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കേരള സർക്കാർ വഖഫ് ബോർഡിന് നൽകണമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്.
അപ്പോൾ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഈ മുനമ്പം വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണാം. എന്നാലും അന്നത്തെ ഗവൺമെൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും കേരള ഹൈക്കോടതിയിൽ ഇതേ വഖഫ് സംരക്ഷണ വേദിയുടെ ഭാഗമായിട്ട് തന്നെ കേസുകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി കേരള ഗവൺമെൻറ്റിനോട് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് ആരംഭിക്കുന്നു. അങ്ങനെ 2019 സംസ്ഥാന വഖഫ് ബോർഡ് ഈ ഏരിയയിലുള്ള ഈ മുനമ്പം പ്രദേശത്തെ 404 ഏക്കർ ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ഇവിടുത്തെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ, എസ്പെഷ്യലി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാം. എങ്ങനെയായാലും ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നത് അവർ അവരുടെ പ്രോപ്പർട്ടിയുടെ കരമടയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണ്, നിങ്ങളിവിടെ അൺഓതറൈസ്ഡ് ആയിട്ടാണ് താമസിക്കുന്നത്, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു മറുപടി അവർക്ക് ലഭിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ മുനമ്പം പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ അവരുടെ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. മാത്രമല്ല അവരോ അവരുടെ പൂർവികന്മാരോ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള അവരുടെ സ്വന്തം എന്നവർ വിചാരിച്ചിരുന്ന അവരുടെ ഭൂമിയിൽ അവർക്ക് പോക്കുവരവ് നടത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ആധാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും മുന്നോട്ട് വരികയാണ്. ഇത് വലിയൊരു പാനിക്കിന് കാരണമാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആളുകൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇവർക്ക് കരമടയ്ക്കാമെന്ന രീതിയിലുള്ളൊരു നിലപാട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പല കേസുകളും പിന്നീട് വരികയും ഒടുവിൽ ഇവർക്ക് കരമടയ്ക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിലുള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തിൻ്റെ ഭാവി എന്താവും അല്ലെങ്കിൽ ഈ ഒരു വിഷയം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്കിപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കോടതിയുടെ നിലപാടുകൾ, സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ ഇതിനെ ബാധിക്കും എന്നുള്ള കാര്യം തിരിച്ചറിയുക. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഭേദഗതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മുതലായ കാര്യങ്ങളുടെ ഫാക്ച്വൽ ഇൻഫർമേഷൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.